30 ഡേയ്സ് ചാലഞ്ചിന്റെ 20ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് എത്തി. അങ്ങനെ ഓരോരോ മൊഡ്യൂൾ നമ്മൾ തീർത്ത് വന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ഏതിലേക്കാണ്? ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, നമുക്കിനി കെമിസ്ട്രി ഉണ്ട്. ഓക്കെ. 1857 കലാപം ആദ്യം നമുക്ക് നോക്കാം. 1857 കലാപത്തിന് കാരണമായത് ദത്തവകാശ നിരോധന നിയമങ്ങൾ, അതുപോലെ തന്നെ റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, പോസ്റ്റ് ഓഫീസ് നിയമങ്ങൾ, ജനറൽ സർവീസ് എൻലിസ്റ്റ് നിയമം, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, ഇതൊക്കെയാണ് എന്തിന് കാരണമായത്? 1857 വിപ്ലവത്തിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ. ഇനി 1857 കലാപവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1857 കലാപം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു ചോദിച്ചാൽ വിക്ടോറിയ രാജ്ഞി ആയിരുന്നു. അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ പാൽമേഴ്സ്റ്റൺ ആണ്. അപ്പോഴത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് സൈനിക തലവൻ ജോർജ് ആൻസൺ ആണ്. അതായത് 1857 കലാപം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് സൈനിക തലവൻ ജോർജ് ആൻസണും, എന്നാൽ അദ്ദേഹം ഇടയ്ക്ക് വെച്ചിട്ട് മരണപ്പെടുകയുണ്ടായി. അതേപോലെ തന്നെ അതിനുശേഷവും അതുപോലെ തന്നെ 1857 കലാപം അവസാനിക്കുന്ന സമയത്തും ആരെയെന്ന് ചോദിച്ചത് പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോളിൻ ക്യാമ്പൽ ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. കോളിൻ ക്യാമ്പൽ ആണ്. ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. 1857 കലാപത്തെ രക്തസാക്ഷി ആരെന്ന് ചോദിച്ചാൽ അത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ. ഇനി അതേപോലെ തന്നെ കലാപത്തിന് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? കലാപത്തിന് ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത്. എന്താണ് ഈ കലാപത്തിൽ നമുക്കറിയാം അല്ലെ? കലാപം പൊട്ടിപ്പുറപ്പെടേണ്ട കാര്യം തന്നെ ഈ എൻഫീൽഡ് തോക്കുകളിലൊക്കെ ഈ പന്നിയുടെ അല്ലെ കൊഴുപ്പുകൾ നിറച്ചിട്ടുള്ള തോക്കുകളാണ് വന്നത്. അതിനെയൊക്കെ തുടർന്നിട്ടാണ് അല്ലേ. പിന്നെ പല പല കാര്യങ്ങളുണ്ടാവും. നമ്മൾ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഡൽഹൌസി നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമങ്ങളും പോസ്റ്റ് ഓഫീസ് ആക്ട്, ഡിസബിലിറ്റീസ് ആക്ട് ഒക്കെ പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രം ഒരു വിപ്ലവം പൊട്ടിപ്പുറപ്പെടില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് അല്ലേ. അതേപോലെ തന്നെ ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ആരാണ്? റാണി ലക്ഷ്മിബായി ആണ്. ഓരോന്നും പഠിക്കണേ. ഇതെന്നും ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിബായി ആണ്. അതേപോലെ തന്നെ ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ഡൽഹിയിലെ ഭക്ത് ഖാൻ ആണ് അല്ലേ. ജനറൽ ഭക്ത് ഖാൻ. രണ്ടാളിനെയും പഠിക്കണേ. ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് ഡൽഹിയിൽ നേതൃത്വം കൊടുത്തത്. എങ്കിൽ ബീഹാറിൽ നേതൃത്വം കൊടുത്തത് ബീഹാറിൽ ആരാണ്? കൻവർ സിംഗ് ആണ്. ബീഹാറിൽ കൻവർ സിംഗ് ആണ്. ഇനി അതേപോലെ തന്നെ ലക്നൌല് ആരാണ്? ലക്നൌല് ബീഗം ഹസ്രത്ത് മഹലാണ്. ആരാണ്? ലക്നൌല് ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഹസ്രത്ത് മഹലാണ് ഇവിടെ ലക്നൌല് നേതൃത്വം കൊടുത്തത്. അതേപോലെ തന്നെ ഈ മീററ്റിലെ നേതൃത്വം, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 കലാപം അരങ്ങേറുന്നത് അല്ലെ. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 കലാപം അരങ്ങേറുന്നത്. ആ മീററ്റിൽ നേതൃത്വം കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ അത് കദ്ദം സിംഗ് ആണ്. ആരാണ്? കദ്ദം സിംഗ് ആണ് ഇവിടെ നേതൃത്വം കൊടുത്തത്, മീററ്റിൽ നേതൃത്വം കൊടുത്തത്. അതേപോലെ തന്നെ ഈ ഗോളിയോർ ഉണ്ടല്ലോ, ഗോളിയോർ. ആ ഗോളിയോറിൽ നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? റാണി ലക്ഷ്മിബായിയും താന്തിയ തോപ്പിയും. റാണി ലക്ഷ്മിബായിയും അതുപോലെ തന്നെ താന്തിയോ തോപ്പിയുമാണ് ഗോളിയോറിൽ നേതൃത്വം കൊടുത്തത്. ബീഹാറിൽ നേതൃത്വം കൊടുത്തത് നമ്മൾ പറഞ്ഞു അല്ലെ, കൻവർ സിംഗ് ആണെന്നും പറഞ്ഞു. അതുപോലെ ബറോട്ട് പർഖാനിയിൽ നേതൃത്വം കൊടുത്തത് ആരാണ്? ബറോട്ട് പർഖാനിയില് ഷാമൽ ആണ്. ആരാണ്? ഷാമൽ ആണ്. അതുപോലെ തന്നെ ആഗ്രയിലും അവധിലും, ആഗ്ര അവധ് ഇവിടെ നേതൃത്വം കൊടുത്തതും ആര് തന്നെയാണ്? ആഗ്ര അവധിലും ബീഗം ഹസ്രത്ത് മഹലാണ്. ബീഗം ഹസ്രത്ത് മഹലാണ് ആഗ്ര, അവധ്, ലക്നൗ, ആഗ്ര, അവധ്, ലക്നൗ ഒക്കെ നേതൃത്വം കൊടുത്തത് കേട്ടോ. ഇനി ജഗദീഷ്പൂരിൽ നേതൃത്വം കൊടുത്തത് ആരാ? ജഗദീഷ്പൂരിൽ നേതൃത്വം കൊടുത്തത് കൻവർ സിംഗ് ആണ് കേട്ടോ. എവിടെയാണ്? കൻവർ സിംഗ്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ മെയിനായിട്ട് ചോദിക്കാറുള്ള, എന്നും PSC ഇഷ്ടമുള്ള ചോദ്യമാണ് കാൺപൂർ കേട്ടോ. കാൺപൂർ എപ്പോഴും PSC ചോദിക്കും. കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് ആരെയെന്ന് ചോദിക്കാറുണ്ട്. നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബും
താന്തിയോ തോപ്പിയുമാണ് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത്. അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം. 1857 വിപ്ലവങ്ങൾ അറിയപ്പെട്ടിരുന്ന മറ്റു പേര് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പറയും 1857 വിപ്ലവം. എന്നാൽ അന്ന് കാലത്ത് പലരും പല വിശേഷണങ്ങളാണ് നൽകിയത്. അതിൽ തന്നെ ഒന്നാമത് നമ്മൾ അറിയപ്പെടുന്നത് ഈ ചപ്പാത്തി ലഹള എന്ന് അറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചുള്ളത് 1857 വിപ്ലവമാണ്. അതുപോലെ തന്നെ ശിപ്പായി ലഹള, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ശിപ്പായി ലഹള എന്നറിയപ്പെട്ടത് 1857 വിപ്ലവമാണ്. ചെകുത്താന്റെ കാറ്റ് എന്നറിയപ്പെട്ടത് എന്ന് അറിയപ്പെട്ടത്. പിന്നെ എന്താണ്? ആഭ്യന്തര കലാപം എന്ന് അറിയപ്പെട്ടു. അതുപോലെ തന്നെ കാർഷിക കലാപം എന്ന് അറിയപ്പെട്ടത് 1857 വിപ്ലവമാണ്. ഫ്യൂഡൽ കലാപം എന്ന് അറിയപ്പെട്ടത് ഫ്യൂഡൽ കലാപം എന്ന് അറിയപ്പെട്ടത് ഏതാണ്? 1857 കലാപമാണ്. ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചു അല്ലെ? എന്തൊക്കെയാണ്? ദേശീയ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് വിശേഷിപ്പിച്ചു. ഇതിനെയാണ് 1857 കലാപത്തിനെയാണ്. അതുപോലെ ഗൂഢാലോചനയിൽ നിന്നുണ്ടായ കലാപം എന്ന് പറഞ്ഞു. ഗൂഢാലോചനയിൽ നിന്നും ഉണ്ടായ കലാപം എന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. അതേപോലെ തന്നെ ഈ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് ആര് വിശേഷിപ്പിച്ചത്? നമ്മുടെ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞു. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെട്ടു. VD സവർക്കർ ആണ് പറഞ്ഞത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. അതുപോലെ തന്നെ ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് SP ചൗധരിയൊക്കെയാണ് കേട്ടോ ഈ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ ഓരോരോ വിശേഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 1857 കലാപത്തിന് ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് ഈ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? നമ്മുടെ ഡൽഹൌസി നടപ്പിലാക്കിയതാണ് ഏത്? ദത്തവകാശ നിരോധന നിയമം പറഞ്ഞില്ലേ? ഈ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഏതൊക്കെ പ്രദേശങ്ങളിലാണെന്ന് അറിയോ? ഡൽഹൌസി നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് നമ്മൾ സത്താറയിലുണ്ട്, ജയ്പൂരിലുണ്ട്, അങ്ങനെ എന്താ പറയാ പല സ്ഥലങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. സത്താറ, ജയ്പൂര്, അതുപോലെ തന്നെ സാമ്പൽപൂര്, അതുപോലെ തന്നെ ഭഗത്പൂര്, ഉദയ്പൂര്, ഝാൻസിയില്, നാഗ്പൂരില് ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ദത്തവകാശ നിരോധന നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോരോ വർഷങ്ങളിലായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതവിടെ ഒന്ന് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെയാണല്ലോ. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർത്ത രാജ്യമാണ് ഏത്? സത്താർ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം അനന്തരാവകാശി ഇല്ലാതെ അവിടുത്തെ നാട്ടുരാജാവ് ഇപ്പോൾ ഒരു നാട്ടുരാജ്യത്തിൽ ഒരു നാട്ടുരാജാവ് ഉണ്ടാവും അല്ലേ? ആ നാട്ടുരാജാവിന് ഒരു അനന്തരാവകാശി ഇല്ല. അദ്ദേഹം ഇല്ലാതെ അത് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ഥലം നാട്ടുരാജ്യം എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതാണ് ഏത്? സത്താറ എന്ന് പറഞ്ഞ. എന്നാൽ അവസാനമായിട്ട് കൂട്ടിച്ചേർത്തത് അവധാണ് കേട്ടോ. അത് രണ്ട് പ്രീവിയസ് ചോദ്യമാണ്. ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ആദ്യം കൂട്ടിച്ചേർത്തത് സത്താറയും അവസാനം കൂട്ടിച്ചേർത്തത് അവധുമാണ് കേട്ടോ. ഏതാണ്? അവധുമാണ്. അടുത്ത നമുക്ക് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ മാസം 28-നാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആര്? WC ബാനർജി. ആദ്യത്തെ സെക്രട്ടറി ആരാണ്? AO ഹ്യൂം ആണ്. ആരാണ്? AO ഹ്യൂം ആണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത്. അതിൽ പങ്കെടുത്ത അംഗങ്ങൾ ആദ്യത്തെ സമ്മേളനം നടക്കുകയാണ് കേട്ടോ. 1885 ഡിസംബർ 28-ന് INC രൂപീകൃതമായി. അതിന്റെ ആദ്യ സമ്മേളനം നടക്കുകയാണ്. ആദ്യ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആണ് WC ബാനർജി. ആദ്യ സമ്മേളനത്തിന്റെ
ആദ്യത്തെ WC ബാനർജിയാണ് എപ്പോഴും ചോദിക്കാറുള്ള വ്യക്തിയാണ് കേട്ടോ. WC ബാനർജിയാണ്. സെക്രട്ടറി AO ഹ്യൂമാണ്. ആ INC സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 പേരാണ് കേട്ടോ. അതിൽ അവതരിപ്പിച്ച പ്രമേയങ്ങൾ, എത്ര പ്രമേയമാണ് അതിൽ അവതരിപ്പിച്ചത്? 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ജി സുബ്രഹ്മണ്യ അയ്യരാണ്. 9 പ്രമേയങ്ങളിൽ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് സുബ്രഹ്മണ്യ അയ്യരാണ്. എന്തായിരുന്നു ആദ്യത്തെ പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന വിഷയം? ഇന്ത്യക്ക് ഒരു റോയൽ കമ്മീഷൻ രൂപീകരിക്കുക എന്നതാണ്. ഇന്ത്യക്ക് ഒരു റോയൽ കമ്മീഷൻ രൂപീകരിക്കുക എന്നതായിരുന്നു ആദ്യത്തെ പ്രമേയത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? അതേപോലെ തന്നെ അദ്ദേഹം ഈ WC ബാനർജി 2 തവണ INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് 1885-ലും 1892-ലും WC ബാനർജി 2 തവണ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി രണ്ടാമത് INCയുടെ പ്രസിഡന്റ് ആയ വ്യക്തി ആരാ? ദാദാഭായി നവറോജിയാണ്. ദാദാഭായി നവറോജിയാണ് INCയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതവിടെ ശ്രദ്ധിക്കണം. അതേപോലെ അടുത്തതൊന്ന് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ INC പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ആരെന്ന് ചോദിക്കാം. INC പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ജോർജ് യൂൾ ആണ്. ആരാണ്? ജോർജ് യൂൾ. INCയുടെ ആദ്യത്തെ വിദേശി പ്രസിഡന്റ് ആരാണ്? ജോർജ് യൂൾ ആണ്. ഇനി രണ്ടാമത്തെ വിദേശി ആരാ? രണ്ടാമത് വിദേശിയായത് ഇന്ത്യൻ INCയുടെ പ്രസിഡന്റ് വില്യം ഡാൽ റിംപിൾ ആണ്. വില്യം ഡാൽ റിംപിൾ ആണ് രണ്ടാമത്തെ വിദേശി പ്രസിഡന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരോ കാലഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വർഷവും എന്ത് ചെയ്യും? INCയുടെ പ്രസിഡന്റുകൾ മാറി വരും അല്ലേ? അങ്ങനെ 1885 കഴിഞ്ഞു. 1896-ലാണ് എന്ത് സംഭവിക്കുന്നത്? വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്ന INC സമ്മേളനമാണ് 1896-ലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിക്കുന്നത്. വന്ദേ മാതരം ആലപിച്ചത് ടാഗോർ ആണ്. ഓക്കെ. അതേപോലെ തന്നെ അതിന്റെ INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? റഹ്മത്തുള്ള സയാനി ആയിരുന്നു. റഹ്മത്തുള്ള സയാനിയാണ് അന്ന് 1896-ലെ INCയുടെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 1897-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് ഒരു മലയാളി വരുന്നത്. ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളി ആയിട്ടുള്ള പ്രസിഡന്റ് 1897 അല്ലേ? ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. എന്താണ്? ഗാന്ധിജിയും അരാജകത്വവും. ഗാന്ധിജിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായരുടെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് കേട്ടോ. ഇനി 1901-ലാണ് നമ്മുടെ ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തില് പങ്കെടുക്കുന്നത്. പ്രസിഡന്റ് ആകുന്നതല്ല കേട്ടോ. 1901-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? അതില് പങ്കെടുക്കുന്നത്. അത് എവിടെ വെച്ചിട്ടായിരുന്നു? കൊൽക്കത്തയിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇത് കൊൽക്കത്തയിലായിരുന്നു. അന്ന് INCയുടെ പ്രസിഡന്റ് ദിൻഷാ ഇ വാജ്പേയിയാണ് കേട്ടോ. ദിൻഷാ ഇ വാജ്പേയിയായിരുന്നു ആ INCയുടെ പ്രസിഡന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഓരോരോ വർഷങ്ങൾ, അങ്ങനെ ചില വർഷങ്ങൾക്ക് എന്തുണ്ട്? ഓരോരോ പ്രത്യേകതയുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞു 1905 കേട്ടോ. 1905 നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അതിലായിരുന്നു ഈ സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമ്മേളനമാണ്. ഇത് സ്വദേശി എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമ്മേളനമാണ് 1905. ഓക്കെ. 1906-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തില് നമ്മുടെ ദാദാഭായി നവറോജി ആയിരുന്നു അധ്യക്ഷൻ. അതിലാണ് സ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ 1907-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ
ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് കേട്ടോ. അന്ന് ആരായിരുന്നു INCയുടെ പ്രസിഡന്റ്? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. എന്തിൽ വെച്ച്? 1907 നമുക്കറിയാം സൂററ്റ് വിഭജനം നടക്കുന്നത് അല്ലെ? സൂററ്റ് വിഭജനം നടക്കുന്നത്. അതുപോലെ തന്നെ മിതവാദികളും തീവ്രവാദികളും തമ്മിൽ പിരിഞ്ഞത് അല്ലെ? മിതവാദികളും തീവ്രവാദികളും എന്ന രണ്ട് വിഭാഗങ്ങളിലെ എന്ത് ചെയ്തു? വേർപിരിഞ്ഞത് 1907 റാഷ് ബിഹാരി ഘോഷ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സമ്മേളനത്തിലായിരുന്നു സൂററ്റ് വിഭജനം നടക്കുന്നതും മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞതും ഈ സമ്മേളനത്തിലായിരുന്നു 1907 കേട്ടോ. ഇനി അതേപോലെ തന്നെ അടുത്തത് വരുന്നത് 1911 ഒന്ന് നമുക്ക് പഠിക്കണം. ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് 1911 കൊൽക്കട്ട സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അതിന്റെ ആരായിരുന്നു അധ്യക്ഷൻ? BN ദർ ആയിരുന്നു കേട്ടോ. ആരായിരുന്നു? BN ദർ ആയിരുന്നു ഇന്ത്യൻ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്. ആരായിരുന്നു ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത്? സരളാദേവി ചൗധരിയാണ് കേട്ടോ. സരളാദേവി ചൗധരാണി കേട്ടോ. ചൗധറാണിയാണ് എന്ത് ചെയ്യുന്നത്? ജനഗണമന 1911 ആദ്യമായിട്ട് ആലപിക്കുന്നത്. അതിന്റെ ആ സമയത്ത് പ്രസിഡന്റ് BN ദർ ആയിരുന്നു. ആരായിരുന്നു? BN ദർ ആയിരുന്നു. ഇനി 1912 ബങ്കിപ്പൂർ കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചതാണ്. 1912 ബങ്കിപ്പൂർ സമ്മേളനത്തിലാണ് ആര് പങ്കെടുക്കുന്നത്? ആദ്യമായിട്ട് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? 1912 ഗാന്ധിജി എപ്പോഴാണ്? 1901 അപ്പൊ ഈ സമയത്ത് ആരായിരുന്നു അധ്യക്ഷൻ? മധോൽക്കർ ആയിരുന്നു കേട്ടോ. ആരാണ്? മധോൽക്കർ ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു. അങ്ങനെ 1916 മിതവാദികളും തീവ്രവാദികളും വീണ്ടും എന്ത് ചെയ്തു? യോജിച്ചു പോകുന്നത്. മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞല്ലോ. പക്ഷെ അവര് വീണ്ടും 1916 ലക്നൗ, ഇത് പഠിക്കണേ, ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അവര് വീണ്ടും യോജിച്ചു പോകുന്നത് കേട്ടോ. ഇനി അതേപോലെ ഈ 1916 തന്നെയാണ് നമ്മുടെ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് 1916 1916 കേട്ടോ. അതവിടെ ഒന്ന് പഠിച്ചു വെക്കണം. അതേപോലെ 1917 പ്രത്യേകത, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായിട്ട് ഒരു വിദേശി വനിത, നമ്മൾ നേരത്തെ ജോർജ് യൂളും പറഞ്ഞു, വില്യം ഡാർലിംബിളും പറഞ്ഞു അല്ലെ വിദേശി. എന്നാൽ 17 ആദ്യമായിട്ട് ഒരു വിദേശി വനിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നുണ്ട്. ആരാണത്? 1917 എന്ന് പറയുമ്പോൾ തന്നെ കിട്ടും. INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ വനിത അല്ലെങ്കിൽ വിദേശ വനിത എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ആനി ബസന്റ് ആണ്. ആരാണ്? ആനി ബസന്റ് ആണ്. 1924 ബൽഗാം, ശ്രദ്ധിക്കണേ, ബൽഗാം സമ്മേളനത്തിലാണ് നമ്മുടെ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിക്കുന്നത്. 1924 ബൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. എന്നാൽ 1934 അദ്ദേഹം എന്ത് ചെയ്തു? കോൺഗ്രസിൽ നിന്ന് തന്നെ രാജിവെച്ചു. നയങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ നിന്ന് രാജിവെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി 1926 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, നമ്മുടെ ഹിന്ദി ഭാഷ, ഈ ഹിന്ദി ഭാഷയെ എന്ത് ചെയ്തു? കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റി. അതേപോലെ തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഉണ്ടല്ലോ, കോൺഗ്രസ് പ്രവർത്തകർക്ക് അവർക്ക് വന്നിട്ട് 1925 കേട്ടോ. സോറി, പെട്ടെന്ന് മറന്നുപോയതാണ്. സോറി. 1925 അതായത് നമ്മുടെ സരോജിനി നായിഡു ഇല്ലേ, സരോജിനി നായിഡു ആയിരുന്നു INC കോൺഗ്രസിന്റെ അധ്യക്ഷ. ആ സമയത്തായിരുന്നു ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയത്. ഏതിന്റെ? കോൺഗ്രസിന്റെ. 1926 സമ്മേളനത്തിലാണ് നമ്മുടെ ഗാന്ധി ഇല്ലേ, ഖാദി നിർബന്ധമാക്കി, കോൺഗ്രസ്സുകാർക്ക് ഖാദി നിർബന്ധമാക്കിയത് 1926 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. പിന്നെ 1929 ആണ് അത് കഴിഞ്ഞു. പിന്നെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം വെരി ഇമ്പോർട്ടന്റ് ആണ്.
വെരി വെരി ഇമ്പോർട്ടന്റ്. ഞാൻ സ്റ്റാർ ഇട്ട് വെക്കുന്നു. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തുന്നത് അല്ലെ? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തുന്നത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അല്ലെ? ആരായിരുന്നു അന്ന്? ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രസിഡന്റ് അല്ലെ? അങ്ങനെ ഓരോരോ കാലഘട്ടം 30, 31 അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓരോരോ പ്രസിഡന്റുമാരായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും എന്താ പറയാ, അങ്ങനെ ഓരോ വർഷമാണ് കേട്ടോ ആക്കുന്നത്. അപ്പൊ ആദ്യത്തെ വിദേശി ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു ജോർജ്. ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ വിദേശിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആര് ചോദിച്ചാൽ ജോർജ് യൂളാണ്. പിന്നെ രണ്ടാമതായത് വില്യം ഡാൽറിംബിൾ ആണ്. അല്ല സോറി, വില്യം വെഡർബൺ ആണ് കേട്ടോ. സോറി മറന്നു. സോറി അതിലും അവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. വില്യം വെഡർബൺ കേട്ടോ. വില്യം വെഡർബൺ ആണ് രണ്ടാമത്തേത് കേട്ടോ. വില്യം വെഡർബൺ. അതായത് 1888 ജോർജ് യൂളും ആയി. 1889 വില്യം ബെഡർബണുമാണ് എന്താണ് വിദേശികളായിട്ട് വരുന്നത്. പിന്നെ വനിത, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെപ്പോഴും PSC ചോദിക്കാറുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വനിതാ പ്രസിഡന്റുമാർ ആരൊക്കെ എന്ന് ചോദിക്കാറുണ്ട്. 1917 ആനി ബസന്റ്, നമ്മളത് പഠിച്ചു. 1917 ആനി ബസന്റ്. 25 ആരാ? 1925 നമ്മുടെ സരോജിനി നായിഡു അല്ലെ? എന്താ പറഞ്ഞ ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? പിന്നെ 1933 നമ്മുടെ നെല്ലിസൺ ഗുപ്ത കേട്ടോ. അടുത്തത് വനിതയായിട്ട് വരുന്നത് നെല്ലിസൺ ഗുപ്ത വരുന്നുണ്ട്. പിന്നെ 98 നമ്മുടെ സോണിയാഗാന്ധി വരുന്നുണ്ട് കേട്ടോ. സോണിയാഗാന്ധി 1998 വരുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വർഷങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് എപ്പോഴാണ്? 1600. തെറ്റിക്കാൻ പാടില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ്? കർണാട്ടിക് യുദ്ധം ചോദ്യങ്ങൾ ചില സമയങ്ങളിലാണ് കയറി വരാറുള്ളൂ. അതായത് കർണാട്ടിക് യുദ്ധം, ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 to 48 ഒന്നാം കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. അതിന് കാരണം എന്താ ചോദിച്ചാൽ ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശമാണ്. ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശം, അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലാണ് ഈ കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ അതില് ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തെ തുറന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കർണാട്ടിക് യുദ്ധം, ഒന്നാം കർണാട്ടിക് യുദ്ധം ആരംഭിക്കുന്നത്. ആ സമയത്ത് ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ചുകാരുടെ ഗവർണർ, ബ്രിട്ടനും ഫ്രാൻസും ആണ്, ഫ്രഞ്ചുകാരുടെ ഗവർണർ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്? ഡ്യൂപ്ലേ ആണ് കേട്ടോ. ആരാണ്? ഡ്യൂപ്ലേ ആണ്. അതേപോലെ ഈ കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ എക്സല-ചാപ്ല ഉടമ്പടിയാണ്. ഏതാണ്? എക്സല-ചാപ്ല ഉടമ്പടി പ്രകാരമാണ് ഇത് അവസാനിച്ചത്. ഓക്കെ, ഇതാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധം നടക്കുന്നുണ്ട്. രണ്ടാം കർണാട്ടിക് യുദ്ധം നടക്കുന്ന വർഷം അത് പിറ്റത്തെ വർഷം തന്നെ 48 കഴിഞ്ഞു. 1749 to 54 രണ്ടാം കർണാട്ടിക് യുദ്ധം. ഓക്കെ, അത് വന്നിട്ട് ഈ ഹൈദരാബാദ് ഉണ്ടല്ലോ, ഹൈദരാബാദും, കാരണം എന്താന്ന് ചോദിച്ചാൽ ഹൈദരാബാദും ഈ കർണാട്ടിക്കും കേട്ടോ ഇവിടെയുണ്ടുള്ള ഇതിനെ ചൊല്ലിയുള്ള ആഭ്യന്തര പിന്തുടർച്ചാവകാശം. ഒക്കെ പിന്തുടർച്ചയാണല്ലോ അല്ലെ? എല്ലാവർക്കും അവകാശമാണ് വേണ്ടത് അല്ലെ? പിന്തുടർച്ചാവകാശം. ഇവിടെ ഓസ്ട്രിയൻ ആണെങ്കിൽ ഇവിടെ ഹൈദരാബാദും കർണാട്ടിക്കും തമ്മിലുള്ള ആ സ്ഥലങ്ങൾ വേണമെന്നുള്ള ആഭ്യന്തര പിന്തുടർച്ചാവകാശമാണ് എന്ത് ചെയ്തു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും അങ്ങനെ തുടങ്ങി രണ്ടാം കർണാട്ടിക് യുദ്ധം തുടങ്ങി. ഓക്കെ, ഇനി ഇതിന് കാരണം നമ്മൾ പറഞ്ഞു. ഇനി ഇത് അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? പോണ്ടിച്ചേരി സന്ധിയാണ്. ഓക്കെ, പോണ്ടിച്ചേരി കേട്ടോ. പോണ്ടിച്ചേരി സന്ധി പ്രകാരമാണ് ഇത് അവസാനിച്ചത്. എങ്കിൽ മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 to 1763. ഇംഗ്ലണ്ടും ഫ്രാൻസുകാരും വിടുന്നില്ല, വീണ്ടും വന്നു മൂന്നാം കർണാട്ടിക് യുദ്ധം. മനസ്സിലായോ? ഇത് എന്തായിരുന്നു കാരണം?
സപ്തവത്സര യുദ്ധമാണ്. സപ്തവത്സര യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണമായത്. ഓക്കെ ആണോ? അപ്പൊ ഒന്നാം കർണാട്ടിക് യുദ്ധം ആസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തെ തുടർന്ന് അവസാനിപ്പിച്ച ഉടമ്പടി എക്സല ചാപ്റ്റർ. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം ഹൈദരാബാദും കർണാട്ടിക്കും തമ്മിലുള്ള കർണാട്ടിക് പ്രദേശങ്ങളെ ചൊല്ലിയുള്ള ആഭ്യന്തര പിന്തുടർച്ചാവകാശം. അവസാനിപ്പിച്ച സന്ധി പോണ്ടിച്ചേരി സന്ധി. പിന്നെ ഇവിടെ സപ്തവത്സര യുദ്ധത്തെ തുടർന്നിട്ടാണ് മൂന്നാമത്തെ നടക്കുന്നത്. പിന്നീട് വാണ്ടിവാഷ് യുദ്ധം നടക്കുകയാണ്. അങ്ങനെ ഓരോരോ യുദ്ധങ്ങളിലേക്ക് ഇവര് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അടുത്തത് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം നടക്കുന്ന വർഷം എപ്പോഴാണ്? പ്ലാസി യുദ്ധം 1757 ജൂൺ മാസം 23-നാണ് എന്ത് ചെയ്യുന്നത്? പ്ലാസി യുദ്ധം നടക്കുന്നത് അല്ലെ. അതായത് മറ്റേ സിറാജുദ്ദൗളി ഉണ്ടല്ലോ, നമ്മുടെ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിറാജുദ്ദൗളിയും തമ്മിലാണ് കേട്ടോ. ആരൊക്കെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിറാജ് ഉദ് ദൗളിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം പറയുന്നത് അല്ലെ. ഈ പ്ലാസി യുദ്ധത്തിന്റെ നമ്മുടെ അതിന് പ്രത്യേകമായ ഒരു വിശേഷമുണ്ട്. ഈ പ്ലാസി യുദ്ധത്തിന് നമ്മുടെ ഇന്ത്യയില് ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ, അടിത്തറ ഇട്ട യുദ്ധം, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമാണ് ഏത്? പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അതവിടെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് ഈ ബക്സാർ യുദ്ധമാണ്. ബക്സാർ യുദ്ധം അത് എപ്പോഴാ വർഷം? 1764. 1764 ബക്സാർ യുദ്ധം. ഓക്കെ. അവിടെ ഈ ബ്രിട്ടീഷുകാർക്ക് ഒന്നുകൂടി നമ്മുടെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് ഏത്? ഈ ബക്സാർ യുദ്ധം പറയുന്നത്. പിന്നീട് അലഹാബാദ് ഉടമ്പടിയൊക്കെ തുടർന്നിട്ട് എന്ത് ചെയ്തു? ബക്സാർ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് രണ്ടെണ്ണം അവിടെ പഠിച്ചു വയ്ക്കാം. ഇനി നമ്മുടെ ഇന്ത്യയില് ഒരു ക്വസ്റ്റ്യൻ പഠിക്കണേ. നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ യഥാർത്ഥ ശില്പി എന്ന് അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ. പിന്നെ ഓക്കെ, നമ്മൾ പ്ലാസി യുദ്ധം നോക്കി, ബക്സാർ യുദ്ധം നോക്കി. ഓക്കെ. ഇനി അതേപോലെ ഈ ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്ന വർഷം എപ്പോഴാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്ന വർഷം 1792-ലാണ്. 1792-ലാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തെ തുടർന്നിട്ടാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792 നടക്കുന്നത്. എത്ര മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്? 4 മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. അതില് മൂന്നാമത്തെ മൈസൂർ യുദ്ധത്തിൽ 1792-ലാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ തുടർന്നിട്ടാണ് ഏത് നടക്കുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത്. അതവിടെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അതായത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. നമ്മുടെ വന്ദേ മാതരം ഇല്ലേ? വന്ദേ മാതരം നമ്മൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചു അല്ലേ? വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് അല്ലെ. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ് വന്ദേ മാതരം രചിച്ചത്. ഏത് നോവലിൽ നിന്നും എടുത്തതാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നും എടുത്ത കൃതിയാണ് അല്ലെ. ഈ ആനന്ദമഠം നോവലിലെ വിശേഷണം എന്താണ്? സന്യാസി കലാപമാണ് അല്ലെ. സന്യാസി കലാപമാണ്. ഏത് ഭാഷയിലാണ് വന്ദേ മാതരം? ബംഗാളി ഭാഷയിലാണ് അല്ലെ. എപ്പോഴാണ് ഇത് പുറത്തിറക്കിയത്? 1882-ലാണ് അല്ലെ. ഇനി ഈ വന്ദേ മാതരം ആലപിക്കുന്നത് ഈ സന്യാസി കലാപമാണ്. ഇതൊരു നോവലാണ് എന്നൊക്കെ പറഞ്ഞു. എന്താണ്? ആനന്ദമഠം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോവലാണ് അല്ലെ. ഈ നോവലില് വന്ദേ മാതരം ആലപിക്കുന്ന കഥാപാത്രത്തിന്റെ പേരെന്താണ്? ദേവാനന്ദനാണ്. എന്താണ്? ദേവാനന്ദനാണ്. സോറി, ദേവാനന്ദനല്ല, ഭവാനന്ദൻ ട്ടോ. ഭവാനന്ദനാണ് അതിലെ കഥാപാത്രം ട്ടോ. ഇനി ഇന്ത്യയുടെ ദേശീയ എന്താണ്? ഗാനമാണോ ഗീതമാണോ? ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് അല്ലെ. ഇത് വന്ദേ മാതരം എന്ന് പറയുന്നത്. പിന്നെ
അത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ ഒന്ന് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ എന്നും PSC ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ബംഗാളിൽ നീലം കർഷക സമരം നടക്കുന്ന വർഷം എപ്പോഴാ? ബംഗാളിൽ നീലം കർഷക സമരം നടക്കുന്ന വർഷം 1859 നീലം കർഷക സമരം നടക്കുന്നത്. പിന്നെ സന്താൾ കലാപം നടക്കുന്നത് എപ്പോഴാ? സന്താൾ കലാപം 1855 സന്താൾ കലാപം നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് എന്ത് ചെയ്തു? ഒരു 1857 കലാപം പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഓടിച്ചു നോക്കി. പ്രധാനപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങൾ അല്ലെ, പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം, കർണാട്ടിക് യുദ്ധം, മൈസൂർ വാറിന്റെ കാര്യങ്ങള്, പിന്നെ വന്ദേ മാതരത്തിന്റെ കാര്യങ്ങള്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ. അപ്പൊ നാളെ ഇതിന്റെ ബാലൻസ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ ഞാനൊരു അഭിപ്രായം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പൊ നമ്മൾ 20 ക്ലാസ് ആയി ഇല്ലേ? ഇന്നത്തോട് കൂടിയിട്ട് 20 ക്ലാസ് ആയി. പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻ തന്നുകൊണ്ടേ ഇരിക്കട്ടെ. എന്താണ് വേണ്ടത്? പുതിയ SCERT നിന്ന് എടുത്തിട്ട് തന്നാലോ എന്ന് ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്താ വേണ്ടതെന്നുള്ളത് താഴെ കമന്റ് ചെയ്യട്ടെ.